ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേക്ക് ചെയ്തെടുത്താലോ. ആമിക്കുട്ടിയുടെ 8th ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് 8 എന്ന നമ്പർ വെച്ചിട്ടുള്ളൊരു കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫുൾ പ്രോസസ്സിങ് കണ്ടാലോ. ഇത് കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമ്മളെ 1 kg വാഞ്ചോ ഫ്ലേവറിലാണ് ഈ ഒരു കേക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാൻ 7 ഇഞ്ചിൻ്റെ 2 പാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു വാനില സ്പഞ്ചും ഒരു ചോക്ലേറ്റ് സ്പഞ്ചുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കുണ്ടല്ലോ ഇതേപോലത്തെ കുക്കി കട്ടർ വെച്ചിട്ട് ഓരോ സ്പഞ്ചിൻ്റെയും സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ 4 ലെയറിൻ്റെയും സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു വാഞ്ചോ കേക്കാണല്ലോ. അപ്പോൾ വാഞ്ചോ കേക്ക് ആയ കാരണം ഞാൻ ചോക്ലേറ്റ് വാനില ലെയർ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഓരോ ലെയറിൻ്റെയും 2 സൈഡിൽ നിന്ന് കുറച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള ബേസ് ഉണ്ടല്ലോ, അത് 2 കിലോൻ്റെ റെക്റ്റാങ്കിൾ ബേസാണ്. ഇനി 2 കേക്കിനെ നമ്മൾ ചേർത്ത് വെക്കുക. ഞാൻ നോർമൽ കേക്ക് ഐസിങ് ചെയ്യണ പോലെയല്ല ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. സാധാരണ പോലെ തന്നെ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ട് ആദ്യം വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം എടുത്തിട്ട് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടാണ് ചെറിയ ചെറിയ ഡോട്ടാണ് കൊടുക്കുന്നത്. വാനിലയുടെ ലെയറിൽ വൈറ്റ് ക്രീമും അതേപോലെ ചോക്ലേറ്റിൻ്റെ ലെയറിൽ ചോക്ലേറ്റ് ക്രീമുമാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഡോട്ട് ഇട്ടിങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഈ ഒരു 8 എന്നുള്ള നമ്പർ കേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ഡോട്ട് കാണുമ്പോഴേ ഞങ്ങൾ ചെറുപ്പത്തിൽ മണ്ണ് വാരിയിട്ട് മണ്ണുകൊണ്ട് ഇങ്ങനെ നിലത്ത് ഡോട്ട് ഇട്ടിട്ട് ഓരോ കളി കളിച്ചോടുന്നു. പുള്ളിയാങ്കുത്തുന്നാണ് തോന്നുന്നു ആ കളിയുടെ പേര്. 2 ടീമായിട്ടാണ് ആ കളി കളിക്കുക. ഒരു ടീമുകാർ ഇതേപോലെ പുള്ളി കുത്തിയിട്ട് അത് ഒളിപ്പിച്ചേക്കും, മറ്റേ ടീം വന്നിട്ട് അത് കണ്ടുപിടിക്കണം. ഇതായിരുന്നു കളി. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനത്തെ കളികളൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടാ. ഇനി ബാക്കിയുള്ള ലെയറും കൂടി വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിറന്നാളുകാരിയുടെ ഡ്രസ്സിൻ്റെ കളറ് ലൈറ്റ് ബ്ലൂവും വൈറ്റാന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കളറിൽ ഞാൻ ഈ കേക്കിൻ്റെ മുകളിൽ കുറച്ച് റോസറ്റ് ഫ്ലവർ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണല്ലോ, ഏത് ഡ്രസ്സാണ് പിറന്നാളിന് ഇടണമെങ്കിൽ ആ കളറിലാണല്ലോ നമ്മളും കേക്ക് ഉണ്ടാക്കുന്നത്. അങ്ങനെ അവിടെ ഇവിടെയും കുറച്ച് റോസുകളും വൈറ്റ് കളർ വെച്ചിട്ട് കുറച്ച് ഡോംബൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൾക്ക് മേക്കപ്പിൽ കുറച്ച് ഇഷ്ടം കൂടുതലുള്ള കാരണം മേക്കപ്പിൻ്റെ ഒരു തീമിലാണ് ഈ കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് മേക്കപ്പിൻ്റെ സാധനങ്ങൾ, കുറച്ച് ലിപ്സ്റ്റിക്ക്, മസ്കാര, ഫൗണ്ടേഷൻ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫോണ്ടൻ്റ് അവർക്ക് ഇഷ്ടമല്ല എന്നും ഇതൊന്നും ഫോണ്ടൻ്റിൽ ചെയ്യേണ്ട, പ്രിൻ്റ് തന്നെ മതിയെന്ന് കസ്റ്റമർ തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പ്രിൻ്റ് എടുത്ത സാധനങ്ങളൊക്കെ നമ്മൾ കേക്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ കേക്കുമ്പോഴേ ടോപ്പർ വെച്ച് ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് ബേസുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇതാണ് എൻ്റെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.